നമസ്കാരം. RVS Maths അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മോഡ്യൂൾ 2 അതായത് S1ന്റെ മോഡ്യൂൾ 2 ആണ് ബാക്കി ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാക്സിമം മിനിമയുടെ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു, മാക്സിമം മിനിമം എന്താണെന്ന് പറഞ്ഞു. അതിന് 2 പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനും നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ തീർന്നില്ല, കുറച്ച് പ്രോബ്ലം കൂടെ ബാക്കിയുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചത് തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഇനി ബാക്കിയുണ്ട്. അതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ മാക്സിമം മിനിമയുടെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തല്ലേ. കുറേ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, 2 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് 2 ചെയ്തത്. ഇപ്പം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, ആൻഡൻ ബിവൻസിൻ്റെ ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക രീതിയിൽ ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഫൈൻഡ് ദ റിലേറ്റീവ് മാക്സിമ ആൻഡ് സാഡിൽ പോയിന്റ്സ് ഓഫ് f of xy is equal to 4xy minus x raised to 4 minus y raised to 4. കൂടുതലൊന്നും പറയാനില്ല. മാക്സിമ എന്നൊരു വേർഡ് കണ്ട് നമ്മൾ ഉടനെ എന്ത് തുടങ്ങുന്നു, മാക്സിമ മിനിമ ഫൈൻഡ് ചെയ്യേണ്ട പ്രൊസീജിയർ. അബ്സൊല്യൂട്ട് മാക്സിമ എന്നല്ലല്ലോ, റിലേറ്റീവ് മാക്സിമ ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ മാക്സിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൊസീജിയർ പോലെ പോകും. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എടുത്തെഴുതും. തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, f of x, y is equal to 4xy മൈനസ് എക്സ് റേസ് ടു 4 മൈനസ് വൈ റേസ് ടു 4. അടുത്തെന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, പി ക്യു ആർ എസ് ടി ഫൈൻഡ് ചെയ്യും അല്ലേ. പി എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബാക്കിയുള്ളത് 4y മൈനസ് എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ മൈനസ് വൈ റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 0. അടുത്ത പി ക്യൂ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ആണ്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങ് തനിയെ ചെയ്തു പോകണം കേട്ടോ, കാരണം നമുക്ക് 2 മാർക്ക് കിട്ടുന്ന പാർട്ടാണ്. വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 4x ആദ്യം എഴുതുന്നു, മൈനസ് എക്സ് റേസ് ടു 4 വൈയുടെ ടേം ഇല്ലാത്ത കാരണം 0 മൈനസ് വൈ റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4y³ ആണ്. ഓക്കെ, ഇനി R എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അതായത് ഡോ എഫ് ബൈ ഡോ എക്സിന് ഒരിക്കൽ കൂടി എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4yൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 4x³ ഡെറിവേറ്റീവ് മൈനസ് 12x². ഓക്കെ, പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ എഫ് ബൈ ഡോ എക്സ് ഇത് ചെയ്യേണ്ട, ഇയാളെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 4. ഡോ എഫ് ബൈ ഡോ എക്സ് ഉണ്ട്, ഇയാളെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 4yൻ്റെ ഡെറിവേറ്റീവ് 4. അടുത്ത ആൾ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഇല്ലാത്ത കാരണം അത് 0. ഇനി ടി ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഫൈൻഡ് ചെയ്യാന്നാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈനെ വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, 4xൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 4y³ ഡെറിവേറ്റീവ് മൈനസ് 12y². 2 മാർക്ക് നമുക്ക് കിട്ടിയ പി ക്യു ആർ എസ് ടി ഫൈൻഡ് ചെയ്തപ്പം അടുത്ത സ്റ്റെപ്പ് എന്താ, പീനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം, ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂ ഫൈൻഡ് ചെയ്യണം വൈയുടെ എക്സിൻ്റെ അല്ലേ. സോ പീനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തു, ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. പി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉള്ളത്, 4y മൈനസ് 4x³ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്നേ y ഈക്വൽ ടു 4y ഇസ് ഈക്വൽ ടു 4x³ എന്ന് എഴുതാം അല്ലേ. 4y ഇസ് ഈക്വൽ ടു 4x³ എന്ന് എഴുതാം. 4ഉം 4ഉം ഒന്ന് ക്യാൻസൽ ആകുമ്പം y ഈക്വൽ ടു x³ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു x³. ഞാൻ അതിന് ഇക്വേഷൻ 1 എന്ന് എഴുതി. ഇതുവരെയും നമ്മളൊരു ഇക്വേഷൻ ഉണ്ടെന്ന് എഴുതിയില്ല, ആദ്യത്തെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് എഴുതി. ക്യൂവിന് 0ക്ക് ഇക്വേറ്റ് ഇവിടെ എന്താ ഉള്ളത്, 4x മൈനസ് 4y³ ഇസ് ഈക്വൽ ടു 0. 4x ഇസ് ഈക്വൽ ടു 4y³. 4ഉം 4ഉം ക്യാൻസൽ ആകുമ്പം x ഇസ് ഈക്വൽ ടു y³. അയാളെ ഞാൻ ഇക്വേഷൻ 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. y ഈക്വൽ ടു x³ എന്നൊരു ഇക്വേഷനും x ഇസ് ഈക്വൽ ടു y³ എന്ന്. നമുക്ക് ഇക്വേഷൻ 2നെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1നെ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ എക്സിൻ്റെ വൈയുടെ സ്ഥാനത്ത് x³ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ x ഈക്വൽ ടു y³ കൊണ്ട് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇക്വേഷൻ 2നെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1 ചെയ്യുകയാണ്. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, x ഇസ് ഈക്വൽ ടു y³. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു x³ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ y³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ വരും, y³ ദ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ. a റേസ് ടു m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു n ആണ്. അപ്പോൾ y³ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, അത് y റേസ് ടു 9 ആണ് വരുന്നത്. y ഈക്വൽ ടു y റേസ് ടു 9. ഈ y റേസ് ടു 9ൻ്റെ y-നെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് y റേസ് ടു 9 മൈനസ് ഈ y ഇപ്പുറത്തേക്ക് വരുന്നതാണ് മൈനസ് y ഇസ് ഈക്വൽ ടു 0 എന്നാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പിയും ക്യൂവും ഫൈൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. പിയും ക്യൂവും ഫൈൻഡ് ചെയ്യുമ്പോൾ കോമൺ ഫാക്ടർ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. y ഇപ്പുറത്തുള്ളൂ, y ഈക്വൽ ടു y റേസ് ടു 9, y കട്ട് ചെയ്യാം, അങ്ങനെ ചെയ്ത് കാരണം y ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് വരത്തില്ല.
അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് ആയിരിക്കും നഷ്ടമായി പോണേ. ഒരു പ്രോബ്ലത്തിൽ ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഇപ്പോൾ പലർക്കും ഇവിടെ y = y⁻9 എന്നുള്ള സ്റ്റെപ്പ് എത്തുമ്പോൾ yയും y⁻9 കട്ട് ചെയ്തിട്ട് y⁸ 8 = 1 എന്ന് എഴുതിയിട്ട് y = 1, 1 എന്ന് എഴുതാനുള്ള ടെൻഡൻസി കാണും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇതിനെ yനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് y⁻9 - y = 0 എന്ന് എഴുതി. അവിടുന്ന് yനെ കോമൺ ആയിട്ട് എടുക്കണം. yനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരും? y⁸ 8 - 1 = 0. രണ്ടുപേരുടെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. y = 0 അല്ലെങ്കിൽ y⁸ 8 - 1 = 0. y⁸ ഒരു പോയിന്റ് തന്നെയാണ്. y⁸ 8 - 1 = 0 കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. എന്തുവാണ്? ആൻസർ കിട്ടിക്കഴിഞ്ഞു. y⁸ 8 = 1, y = 1, 1 എന്നായിരിക്കും. കാരണം നമ്മൾ y² = 1 ആണെങ്കിൽ y = +or-1 എന്നല്ലേ എഴുതണേ. അപ്പോൾ y⁸ 8 = 1 അങ്ങനെ എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഈ വിചാരിച്ച പോലെ എല്ലാം 1, 1 ആണെന്നുള്ള രീതി ചിന്തിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് a² - b² അറിയാമല്ലോ. a² - b² ഒരു ഐഡന്റിറ്റിയാണ്. എന്താണത്? a - b × a + b. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഐഡന്റിറ്റി. അപ്പോൾ ആ ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. y⁸ നമുക്ക് y⁴² എന്ന് എഴുതി കൂടെ? എന്നിട്ട് y⁴ y⁴ a⁻m × n. അപ്പോൾ 4 × 2 എന്താണ്? 8 ആണ്. അപ്പോൾ y⁴ മൈനസ് 1² 1 എന്ന് ഞാൻ എഴുതി. ഇതിപ്പോൾ എന്തുപോലെയായി? a² - b² എന്നുള്ള ഐഡന്റിറ്റി പോലെയായി. a എന്ന് പറയുന്നത് ഇവിടെ y⁴, b എന്ന് പറയുന്നത് ഇവിടെ 1. അപ്പോൾ ഈ ഫോമുല അനുസരിച്ച് ഇയാളെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? a - b × a + b. ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ y⁴ - 1 × y⁴ + 1. ഓക്കെ, ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. രണ്ടുപേരുടെ പ്രോഡക്റ്റ് വീണ്ടും ഈക്വൽ ടു 0. അപ്പോൾ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നർത്ഥം. അപ്പോൾ ഞാൻ ആദ്യം y⁴ + 1 = 0 അതിനങ്ങ് മാറ്റി നിർത്തുകയാണ്. y⁴ + 1 = 0 എന്നും രണ്ടാമത്തെ പ്രോഡക്റ്റ് y⁴ - 1 = 0 എന്നും എഴുതി. ഈ y⁴ + 1 = 0 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെയാണ് അത് വരേണ്ടത്? y⁴ + 1 = 0 എന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ വെറുതെ എഴുതുകയാണത് y⁴ = -1. നമുക്ക് വേണമെങ്കിൽ y² ² = -1 എന്ന് എഴുതാം. y² = ±√-1, that is ±i. y² = ±i. y = എന്താ വരേണ്ടത്? അപ്പോൾ വീണ്ടും ഇതിൻ്റെ റൂട്ട് ഐയുടെ റൂട്ട്. അപ്പം നമുക്കൊരിക്കലും ഇമാജിനറി വാല്യൂ എന്ത് വേണ്ട, എനിക്ക് മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യുമ്പം നമ്മൾ റിയൽ നമ്പറിനകത്ത് ഒരു റിയൽ ഫീൽഡിനകത്താണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഇമാജിനറി നമ്പർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, ഞാൻ ആ ഒരു ടേമിനെ എടുക്കത്തില്ല. ഞാൻ അതിനെ അവിടെ വെച്ച് നിർത്തി. ഞാനൊന്നും പറയില്ല. y² വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാതെ അവിടെ വെച്ച് മാറ്റി നിർത്തി. കാരണം അതാണ്. അടുത്ത് y⁴ - 1 നമ്മളിത് ഇവിടെ ചെയ്തതുപോലെ y² - 1 = 0 എന്ന് എഴുതി. അപ്പോൾ a² - b² എന്ന് പറഞ്ഞാൽ a - b × a + b. അതാണ് y² + 1 × y² - 1 = 0. ഇതിൽ y² + 1നെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യാം, y² - 1നെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. y² + 1 = 0 എന്ന് പറഞ്ഞാൽ y² = -1 ആണ്, y = +or-i ആണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം എഴുതുന്നതിന് സാധാരണ ഞാൻ എക്സാം ഇത് എഴുതാറില്ല. y² - 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ y² = 1, y = +or-1. ഇതിൽ കോംപ്ലക്സ് നമ്പർ അല്ലാതെ കിട്ടിയ ഒരേ ഒരാൾ y = +or-1 മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അയാളെ മാത്രം ഞാനങ്ങ് ചൂസ് ചെയ്ത് എനിക്ക് y = +or-i ഇമാജിനറി വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി നമ്പർ. അപ്പോൾ എനിക്ക് എൻ്റെ അതെനിക്ക് വേണ്ട. അതുപോലെ y² = +or-i വീണ്ടും സിംപ്ലിഫൈ ചെയ്തൊരു ഇമാജിനറി നമ്പറാണ്, എനിക്ക് അതും വേണ്ട. ഇമാജിനറി നമ്പേഴ്സൊക്കെ ഞാൻ ഈ റിയൽ നമ്പർ സിസ്റ്റത്തിനകത്ത് മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യുന്നുണ്ട്, അതിനേക്ക് അങ്ങ് കളഞ്ഞു. എനിക്ക് ആകെ ഞാനിവിടെ എടുത്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? y = 0, അത് മറന്നുപോലെ നേരത്തെ എഴുതി വെച്ചേക്കാം, y = 0. പിന്നെ ഇപ്പോൾ കിട്ടിയ പോയിന്റ്സ് എന്തൊക്കെയാണ്? y = +or-1. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ. y⁸ 8 - 1 സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ചില കുട്ടികൾ y² = 1, y = +or-1 അല്ലേ? അപ്പോൾ y⁸ 8 = 1 ആയതുകൊണ്ട് y = +or-1 എന്ന് ചുമ്മാ ഒന്ന് ഗസ് ചെയ്യുമ്പോൾ പൊട്ടക്കണ്ണ മാവിലെറിയുമ്പോൾ കറക്റ്റായിട്ട് കൊള്ളുന്നത് പോലെ അങ്ങനെ ഗസ് ചെയ്യുന്ന കുട്ടിക്ക് ഈ പ്രോബ്ലം കറക്റ്റായിട്ട് കിട്ടും. അത് പക്ഷേ അവർ തെറ്റായിട്ടാണ് ആ അസംഷൻ. ശരിക്കും അങ്ങനെയല്ല y = +or-1 കിട്ടുന്നത്. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പം y⁴, കാരണം y⁸ 8നെ സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് 8 ആൻസർ കിട്ടണം. അപ്പോൾ അതിൽ ബാക്കി എല്ലാവരും ഇമാജിനറി വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ കളയുന്നതാണ്. നമുക്ക് ആകെ റിയൽ വാല്യൂസ് കിട്ടണം y = +or-1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോയിന്റ് മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാവരെയും നമ്മൾ കളയണം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതി വെച്ചോളൂ. ഇതൊരു ഇമാജിനറി വാല്യൂ ആണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വാല്യൂസിന് ചൂസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ എഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് എഴുതാനല്ല കേട്ടോ, നോട്ടിനകത്ത് എഴുതി വയ്ക്കുക. അതുകൊണ്ടാണ് ബാക്കി പോയിന്റ്സ് y⁸ 8 വന്നപ്പം 8 ആൻസർ ഒന്നും വന്നില്ല. നമുക്ക് ആകെ 2 മാത്രം എടുക്കാൻ കാരണം ബാക്കിയെല്ലാം ഇമാജിനറി വാല്യൂസ് ആയതുകൊണ്ട് നമ്മളതിനെ കളഞ്ഞു.
ഇനി തീർന്നില്ല കേട്ടോ നമ്മുടെ കഥ. y = 0, y = 1, -1 3 പോയിന്റ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഇക്വേഷൻ 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ x = y³ എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് വെൻ y = 0 കൊടുക്കുകയാണെങ്കിൽ x = എന്ത് തന്നെ കിട്ടും? 0. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് x, y 0,0 എന്നാവും. അടുത്ത yക്ക് 1 കൊടുക്കുകയാണെങ്കിൽ x = 1³ എന്ന് വരും. അപ്പോൾ x = 1. Therefore the point is 1,1. അടുത്ത yയുടെ വാല്യൂ -1 കൊടുക്കുകയാണെങ്കിൽ x = -1 the whole cube is equal to -1 തന്നെ. Therefore the point is xന്റെ സ്ഥാനത്ത് -1, yയുടെ സ്ഥാനത്ത് -1, -1, ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ഞാൻ എടുത്തെഴുതണം. Therefore the critical points are, ഇതാണ് ഇതിനകത്ത് ആകെ ഓർമ്മിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ പ്രോബ്ലം. Therefore the critical points are 0,0, 1,1, -1, critical points നമുക്ക് കിട്ടി. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള RT - x² ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ RT - x² = ഇവിടെ 6 നോക്കിക്കേ, -12x². t എന്ന് പറയുന്നത് -12y² ആണ്. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 144x² y² -x², ദാറ്റ് ഈസ് 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഇതാണ് നിങ്ങളുടെ RT - x². ഇനി നമുക്ക് വെറുതെ എന്ത് ചെയ്യണ്ട, സമയം കളയേണ്ട, ടേബിൾ, കാരണം 3 പോയിന്റ്സ് ഉള്ള ഒരു ടേബിൾ വരയ്ക്കാം. അതിൽ ആദ്യത്തെ ഇതെന്താണ്? പോയിന്റ്സ് ആണ് ആദ്യം എഴുതുന്നത്. പിന്നെ അടുത്ത കോളം എന്ന് പറയുന്നത് എന്താ വരിക? RT - x². RT - x² = 144x² y² -16. 6 എന്ന് പറയുന്നത് എന്താണ്? R = നമുക്ക് കിട്ടിയത് -12x². ദെൻ ഏറ്റവും അവസാനത്തെ കൺക്ലൂഷൻ. എനിക്ക് പേജ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ ആദ്യത്തെ പോയിന്റ് കൊടുക്കാം. 0,0 കൊടുക്കുമ്പോൾ RT - x² എക്സിന് വൈക്ക് 0 വരുമ്പോൾ ആൻസർ -16 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് <0. <0 എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ്? സാഡിൽ പോയിന്റ്. അപ്പോൾ നമ്മൾ 0,0 ഇവിടെ വൈക്കുള്ള 0 എന്നുള്ളത് എടുക്കാതെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ആ പോയിന്റ് കിട്ടത്തില്ലായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ സാഡിൽ പോയിന്റ് അവർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല? സാഡിൽ പോയിന്റ് കിട്ടത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയില്ലേ കുഞ്ഞുങ്ങൾ, അത് എപ്പോഴും ഓർത്തോളണേ. അടുത്ത് നോക്കിക്കേ, 1,1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ RT - x² = 144 - 16. 144 - 16 വാല്യൂ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്കറിയാം എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്. 144 - 16 128 ആണ്. അത് എഴുതണമെന്ന് പോലും നിർബന്ധമില്ല കേട്ടോ, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ R എന്താണെന്ന് നോക്കണം. R = -12 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1. അപ്പോൾ അത് -12 എന്നാണ് കിട്ടുന്നത്. <0. RT - x² ഗ്രേറ്ററും R < വന്നാൽ ആ പോയിന്റ് മാക്സിമം പോയിന്റ് ആണ്. 1,1 എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ്? അതൊരു മാക്സിമം പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1, -1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം RT - x² = എക്സിന് -1ഉം വൈക്ക് -1ഉം കൊടുക്കുമ്പം 144 - 16 which is equal to 128. ഓക്കെ, RT - x² ഗ്രേറ്റർ ആയി. ഇനി Rന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? -12 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -12 തന്നെ വരണേ. <0 ആണ്. അത് മാക്സിമം പോയിന്റ് ആണ്. അപ്പം ഒരു പ്രോബ്ലത്തിനകത്ത് 2 മാക്സിമം പോയിന്റ് വരും. ഞാൻ പറഞ്ഞില്ലേ, റിലേറ്റീവ് മാക്സിമയാണ്. കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടിൽ ഏതാണോ വലുത് അതിന് നമ്മൾ മാക്സിമം വാല്യൂ തരുന്ന ഏതാണോ അതിനെ നമുക്ക് റിലേറ്റീവ് ടു ആ രണ്ട് ഇതിനകത്ത് സംബന്ധിച്ച് ഇത് വലുതെന്നുള്ള രീതിയിൽ. ഓക്കെ, റിലേറ്റീവ് മാക്സിമം ആയതുകൊണ്ടാണ് ഒരു മാക്സിമം പോയിന്റ് അല്ല 2 മാക്സിമം നമുക്ക് ഇവിടെ വരുന്നത്. ഇനി ഇവിടെ വാല്യൂ ഫൈൻഡ് ചെയ്യണോ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ഓൾ റിലേറ്റീവ് മാക്സിമം ആൻഡ് സാഡിൽ പോയിന്റ്സ് എന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് ആ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് മാത്രം ഫൈൻഡ് ചെയ്തിട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് ഈ സൊല്യൂഷനാണ് കേട്ടോ. y⁻⁸ -1 വരുമ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്യുമ്പം ഈ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ടേ. y⁻4 + 1 = 0 വരുമ്പോൾ അങ്ങ് മാറ്റി നിർത്തണം, എടുക്കണ്ട. അടുത്തതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y² + 1 × y² - 1. അതിൽ ഈ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ബാക്കി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതൊന്നും എഴുതണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി കാണിച്ചതാണ്. ഇതിന് പകരം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? y⁻4 + 1 ഉം y² + 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇമാജിനറി വാല്യൂസ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. therefore നമ്മൾ അത് എടുക്കുന്നില്ല. ഇത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എഴുതി നോക്കുക സ്വന്തമായിട്ട്. Next question, find relative maxima, minima and saddle point of f of xy is equal to x² + xy - 2y - 3x + 1 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് മാക്സിമവും മിനിമവും സാഡിൽ പോയിന്റും ഫൈൻഡ് ചെയ്യണം. പെട്ടെന്ന് ആൻസർ കിട്ടിയ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്നൊക്കെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എക്സാം എഴുതുമ്പോഴേ ഒരു ക്വസ്റ്റ്യൻ ഫുൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും തെറ്റാണെന്ന് തോന്നും. അന്നേരം അതങ്ങ് കട്ട് ചെയ്ത് കളയും.
കളയരുത് കേട്ടോ. അത് അവിടെ ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ വേണമെങ്കിൽ തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി എഴുതണം തോന്നി എൻ്റെ സൈഡിൽ തന്നെയുള്ള സ്ഥലത്ത് എഴുതി നോക്കിയാൽ മതി. എഴുതി കഴിഞ്ഞ സാധനം ഒരിക്കലും കട്ട് ചെയ്ത് കളയരുത്. ചിലപ്പോൾ നിങ്ങൾ ഈ കട്ട് ചെയ്ത് കളയുന്നത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അതെപ്പോഴും ഒന്ന് മനസ്സിലോർത്തോളൂ. എനിക്ക് പ്രോബ്ലം വന്നപ്പോൾ എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് മാക്സിമം മിനിമം ആൻഡ് സാഡിൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എടുത്ത് തരണം. എല്ലാ പ്രോബ്ലം പോലെ ആദ്യത്തെ സ്റ്റെപ്പ് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എന്തുവാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് 2y മൈനസ് 3x പ്ലസ് 1. അടുത്തെന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? പി ക്യു ആർ എസ് ടി ഫൈൻഡ് ചെയ്യണം. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. പാർഷ്യാലിറ്റിയാണ് കാണിക്കേണ്ടത്. എക്സിനെ മാത്രമേ മൈൻഡ് ചെയ്യത്തുള്ളൂ, വൈനെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 ഇൻറ്റു വൈ മൈനസ് 2yൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 3x. ഓക്കെ, സോറി 3x വേണ്ട, 3 മാത്രമേ. പി കണ്ടുപിടിച്ചല്ലോ. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2x, ഇവിടുത്തെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 1 മൈനസ് 2y 0 ആണ്. മൈനസ് 3xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 3. അടുത്തത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എഴുതിയില്ല. ഓക്കെ, ക്യൂ ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എക്സ് മൈനസ് 2yൻ്റെ ഡെറിവേറ്റീവ് 2. ആർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2xൻ്റെ ഡെറിവേറ്റീവ് 2. എസ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. ഡോ എഫ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1. ടി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഡോ എഫ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഇല്ല, 0. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആർ എസ് ടി ഫൈൻഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ മിക്കവാറും നമുക്ക് എന്തുവാ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എന്താണോ ക്രിട്ടിക്കൽ പോയിന്റ് അത് തന്നെയായിരിക്കും നിങ്ങളുടെ മാക്സിമോ അല്ലെങ്കിൽ മിനിമോ അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആയിട്ട് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് അതുപോലത്തെ ക്വസ്റ്റ്യനാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, പി ക്യു ആർ എസ് ടി ഫൈൻഡ് ചെയ്ത അടുത്ത പണി എന്താണ്? പിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. പി എന്ന് പറയുന്നത് ഇവിടെ 2x പ്ലസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0 ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താ? എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് ഈക്വൽ ടു 2നെ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയായി മാറും? 2 ഇൻറ്റു 2 4 പ്ലസ് വൈ മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു ആ 1നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വൈ ഈക്വൽ ടു -1. Therefore the critical point is ആദ്യം എക്സിൻ്റെ വാല്യൂ പിന്നെ വൈയുടെ വാല്യൂ 2, -1 എന്ന് കിട്ടി. അതിന് നമ്മളൊരു ബോക്സിനകത്താക്കി നിർത്തി. കാരണം ഈ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ഇനി മാക്സിമം അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആയിട്ട് ആകാൻ പോകുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ആർ ടി മൈനസ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യണം. ആർ ടി മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ടി 0 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1. ആർ ടി മൈനസ് എക്സ് സ്ക്വയർ നെഗറ്റീവ് ആയാൽ എൻ്റെ അർത്ഥം എന്താ? ആർ ടി മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആയാൽ ഫംഗ്ഷൻ ഈസ് നെയ്തർ മാക്സിമം നോർ മിനിമം. അതായത് ആ പോയിന്റ് എന്തുവാണ്? സാഡിൽ പോയിന്റ് ആണ്. അപ്പം therefore the function is neither maximum nor minimum. അതിനേക്കാൾ എന്ത് പറഞ്ഞാൽ മതി? ഈ തന്നേക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് സാഡിൽ പോയിന്റ് ആണ്. therefore 2, -1 is saddle point. ആർ ടി മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആവുക എന്നത് മാക്സിമം അല്ല മിനിമം അല്ല എന്നുള്ളതാണ്. ആ പോയിന്റിനെ പറയുന്ന പേര് സാഡിൽ പോയിന്റ്. ഇവിടെ പോയിന്റ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് സാഡിൽ പോയിന്റ് ആയെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കിവിടെ ആരും ഇല്ല. പക്ഷേ ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാഡിൽ പോയിന്റ് ആണ്. നമുക്കത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് പറയാൻ പറ്റാത്ത തരം പോയിന്റ് ആണിത്. ഓക്കെ, ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്ത് ആർ ടി മൈനസ് എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്, പക്ഷേ അത് ഗ്രേറ്റർ ആയിരുന്നു. ആർ ടി മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ആയതുകൊണ്ട് ആറും നമ്മൾ ഫൈൻഡ് ചെയ്തു. അതിൻ്റെ അവിടെ മാക്സിമോ മിനിമോ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ഓർ മിനിമം എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതി നിർത്തിയത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്രത്യേകതരം പ്രോബ്ലം ആണിത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, find relative maxima, minima and saddle point of f of x comma y is equal to x into e raised to y plus 1. നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യാം. ആദ്യം ഫംഗ്ഷൻ എടുത്ത് എഴുതാം. ഇപ്പോൾ ഞാൻ ഒന്നും പറയില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് 1. അടുത്ത് പി ഫൈൻഡ് ചെയ്യണം. പി എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് ഡെറിവേറ്റീവ് 1, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇ റേസ് ടു വൈ പ്ലസ് 1നെ അതുപോലെ തന്നെ എഴുതി. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അപ്പം എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു വൈ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ പ്ലസ് 1 തന്നെയാണ്. അത് ഡൗട്ടുള്ളവർക്ക് വേണ്ടി ഇതാ പറയുവാണേ. നമുക്കറിയാം എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ആണ് അല്ലേ? അപ്പോൾ ഇ റേസ് ടു വൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇ റേസ്
y ഇൻറ്റു ഇ ആണ്. അപ്പോൾ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ ഇ റേസ് ടു വൈ, വൈ ഇൻറ്റു ഇയിലെ ഈ കോൺസ്റ്റൻറ്റ് ഇ റേസ് ടു വൈൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെയല്ലേ. അതായത് ഇ റേസ് ടു വൈ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു വൈ പ്ലസ് 1 തന്നെ. അതുകൊണ്ടാണ് ഇ റേസ് ടു വൈ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ പ്ലസ് 1 എന്ന് തന്നെ ഞാൻ എഴുതിയത്. അല്ലെങ്കിലും ഇ റേസ് ടു വൈൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ ആണ്. എങ്ങനെ വേണമെങ്കിലും ആലോചിച്ചോളൂ കേട്ടോ. അടുത്ത ആർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എക്സിൻ്റെ ടേമേ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് എന്തായി 0 ആയി. ഇനി എസ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിന് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇ റേസ് ടു വൈ പ്ലസ് 1നെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു വൈ പ്ലസ് 1 തന്നെയാണ്. ഇനി ടി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണേ. ഡോ എഫ് ബൈ ഡോ വൈ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് 1 ആണ്. അപ്പോൾ അയാളെ വീണ്ടും ഒരിക്കൽ കൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇ റേസ് ടു വൈ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ പ്ലസ് 1. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആർ എസ് ടി കോൺസ്റ്റൻ്റ് അല്ല. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം അല്ല. നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, പിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യാം. പി എന്ന് പറയുന്നത് ഇ റേസ് ടു വൈ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. ക്യൂ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ക്യൂവിനെ കുറിച്ച് പിന്നെ ആലോചിക്കാം. ആദ്യം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാലല്ലേ വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടല്ലേ ബാക്കിയുള്ളൂ. അപ്പോഴേ നമുക്കറിയാം ഇ റേസ് ടു ഇൻഫിനിറ്റി എന്താണെന്ന്, ഇൻഫിനിറ്റി ആണെന്നറിയാം. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണെന്നറിയാം, 0 ആണെന്നറിയാം. ഇ റേസ് ടു 0 എന്താണെന്നറിയാം, സി റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. ഇത് ഇത്രയും നമുക്ക് അറിയുന്ന വാല്യൂസാണ്. നമ്മൾ പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ള വാല്യൂസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഒന്ന് ആലോചിക്കാം. ഇ ആണ് ഇവിടെ ഉള്ളത്. ഇയുടെ പവർ എന്ത് വരുമ്പോഴാണ് 0 വന്നേക്കുന്നത്, മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ അല്ലേ. അതായത് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയാലേ നമുക്ക് ഇങ്ങനെ ആൻസർ വരത്തുള്ളൂ. അതായത് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അത് പോസിബിൾ ആണോ? എനിക്കൊരു പോയിന്റ് കിട്ടിയാലല്ലേ മൈനസ് ഇൻഫിനിറ്റി കോമ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണോ? അല്ല. അപ്പം അതൊരിക്കലും പോസിബിൾ അല്ല. വൈ പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആവണം, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ദെയർഫോർ ദർ എന്തില്ല, ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. വിച്ച് ഈസ് നോട്ട് പോസിബിൾ, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. വൈയുടെ വാല്യൂ വൈ പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആവുക എന്ന് പറയുന്നത് പോസിബിളേ അല്ല. ദെയർഫോർ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി ക്രിട്ടിക്കൽ പോയിന്റ്. ദെയർഫോർ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യുക? അതുകൊണ്ട് നമുക്ക് മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. Therefore we cannot find relative maxima, minima or saddle point maximum or minimum ഒന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. Therefore we cannot find maxima, minima or saddle point. Maxima, minima or saddle point നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. തീർന്നു. ഓക്കെ, അടുത്ത ദിവസത്തെ നോക്കിക്കോളേ. ഫൈൻഡ് മാക്സിമ മിനിമ ആൻഡ് സാഡിൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തരുന്നത്. നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഓപ്പൺ, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചാൻസ് വരാവോ നിങ്ങളിത് തനിയെ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ കറക്റ്റായിട്ട് ഇതുപോലെ വരണുണ്ടോ എന്ന് അറിയാമല്ലോ. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ എടുത്തെഴുതി. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x. അതിനടുത്ത് എന്താ ചെയ്യുക, പി ഫൈൻഡ് ചെയ്യും. പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. എഫിന് വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വൈ കോൺസ്റ്റൻറ്റും ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് വൈ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 6xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 6. ക്യൂ എന്ന് പറയുന്നത് നോക്കിക്കേ, ഡോ എഫ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ 0 ആണ്. എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എക്സ് ആണ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y മൈനസ് 6x. ക്യൂവിന് പറഞ്ഞത് റെക്കോർഡായുള്ളൂ, ബാക്കി റെക്കോർഡായിട്ടില്ലായിരുന്നേ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുവാണ്. ആർ എന്ന് പറയുന്ന ഡോ എഫ് ബൈ ഡോ എക്സിന് ഒരിക്കൽ കൂടി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ വരും. 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. എസ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സിനെ ഞാൻ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 എന്ന് വന്നു. ക്യൂ എന്ന് പറയുന്ന ഡോ എഫ് ബൈ ഡോ വൈനെ ഒരിക്കൽ കൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2yൻ്റെ ഡെറിവേറ്റീവ് 2y. ഓക്കെ, അടുത്ത് പിനെയും ക്യൂവിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്തു. പി 2x പ്ലസ് വൈ മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് എഴുതി. ക്യൂ ആണെങ്കിൽ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇക്വേഷൻ 1ന്
2x + y = 6. ഈ -6 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് =6 എന്ന് എഴുതി. ഇക്വേഷൻ 1ഉം 2ഉം ലീനിയർ ഇക്വേഷനാണ്. നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ കോയിഫിഷ്യൻ്റ് ഒന്നുപോലെ ആക്കണം. ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2, ഇതിൽ വൈയുടെ കോയിഫിഷ്യൻ്റ് 2 ആണെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻ്റ് 1. അപ്പോൾ എക്സിൻ്റെയോ വൈയുടെ ഇഷ്ടമുള്ള ഒരാളുടെ കോയിഫിഷ്യൻ്റ് സെയിം ആക്കുക. ഞാൻ ഇക്വേഷൻ 2 എടുത്തിട്ട് തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 2x + 4y എന്ന് വന്നു. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷനെയും കൂടി അങ്ങ് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 2x - 2x 0 ആയി, y - 4y - 3 ആയി, 3y ആയി, 6 - 0 6y. അപ്പോൾ y = -2 എന്ന് വന്നു. ഈ y = -2നെ ഇക്വേഷൻ 2ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ x + 2 × -2 = 0. That is x = 4 എന്നായി. Therefore the critical point is 4, y or 4, -2. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇനി RT - x² ഉണ്ടോ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ RT - x² ഫൈൻഡ് ചെയ്യുമ്പോൾ 2 × 2 4 -1 = 3 > 0. R = 2 ആണ്. ദാറ്റ് ഓൾസോ > 0. അപ്പോൾ ഈ തന്നേക്കുന്ന നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് എന്ത് പോയിന്റ് ആണ്? മിനിമം പോയിന്റ് ആണ്. Therefore 4, -2 ഈസ് മിനിമം പോയിന്റ്. അപ്പം ഞാൻ എല്ലാ ടൈപ്പിലെ പ്രോബ്ലം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതായത് RT - x² കോൺസ്റ്റൻ്റ് ആവുന്ന ടൈപ്പിൽ കുറേ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്തു. ഒരു 3 ക്വസ്റ്റ്യനുകളും നമുക്കിപ്പം നമ്മുടെ 2 വീഡിയോയിലായിട്ട് ആയിട്ടുണ്ട്. e⁻y + 1 വരുന്ന ആ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്തുവാണ്, നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ടെസ്റ്റിൻ്റെ എക്സസൈസ് ക്വസ്റ്റിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് തന്നെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ലൈഫ് മാക്സിമം മിനിമയുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റിൻ്റെ പുറകെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിൽ കൂടുതൽ തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതാണ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം നിങ്ങൾ ടെസ്റ്റിൻ്റെ പുറകെ എക്സസൈസിനകത്ത് കുറച്ച് ചെയ്യാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻ, എങ്ങാനും ആ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും തരണം എന്ന് തോന്നി തരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 ക്വസ്റ്റ്യനും കൂടിയാണ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ചെയ്തും ഇട്ട് തരാമേ. ഒറ്റ ക്വസ്റ്റ്യൻ തരുന്നുള്ളൂ. f(x, y) = x² + y² + 32/xy. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ P ഫൈൻഡ് ചെയ്യാൻ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. P ഫൈൻഡ് ചെയ്യാന്ന് തന്നെ ∂f/∂x ആണ് അല്ലേ? അപ്പം x² ഡെറിവേറ്റീവ് 2x ആണ്, y² ഡെറിവേറ്റീവ് 0. 32/xy ചെയ്യുമ്പം അല്ലെങ്കിൽ 32/y കോൺസ്റ്റൻ്റ് ആണ്. 1/x ഡെറിവേറ്റീവ് -1/x². പ്രശ്നം കഴിഞ്ഞില്ലേ? അതുപോലെ Q ഫൈൻഡ് ചെയ്യുമ്പം ∂f/∂y ആണ്, x² കോൺസ്റ്റൻ്റ് ആണ്, y² ഡെറിവേറ്റീവ് 2y + 32/y അല്ല, ഇവിടെ x ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 1/y ഡെറിവേറ്റീവ് -1/y². ഓക്കെ, അപ്പോൾ Pയും Qയും ഫൈനൽ പറഞ്ഞല്ലോ. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റി സമയത്ത് 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.